നാസയും ISROയും ഒത്തുചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളിലൊന്നായ നാസ ISRO സിന്തറ്റിക് അപ്പേച്ചർ റഡാർ വിക്ഷേപണത്തിനൊരുങ്ങുന്നു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഭൗമനിരീക്ഷണം സാധ്യമാക്കുന്ന അത്യാധുനിക ഉപഗ്രഹമാണ് നൈസർ. 2400 കിലോഗ്രാം ഭാരമുള്ള നൈസർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് ആകെ 13,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഭൗമോപരിതലത്തിലെ മാറ്റങ്ങൾ ഓരോ 12 ദിവസം കൂടുമ്പോഴും രേഖപ്പെടുത്തുന്ന തരത്തിലാണ് നൈസറിലെ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജൂലൈ 30 ഇന്ത്യൻ സമയം വൈകുന്നേരം 5:40 നൈസർ ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് ഇസ്രോയുടെ GSLV F-16 വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചരിത്രത്തിലേക്ക് കുതിച്ചുയരും. ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും പഠിക്കാൻ നൈസറിലൂടെ സാധിക്കും. കാട്ടുതീകളെയും മണ്ണിടിച്ചിലുകളെയും ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെയും പുഴകളുടെ ഒഴുക്കിനെയും കാടുകളുടെ വരെ ഇതുവരെ സാധിക്കാത്ത തരത്തിൽ ഈ ഉപഗ്രഹത്തിലൂടെ നിരീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിലടക്കം നൈസർ മുതൽക്കൂട്ടാകും. കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന മാറ്റങ്ങളെ അടുത്തറിയാനും സാധിക്കും. കാർഷിക രംഗത്തും ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ സഹായകരമാകും. L ബ്രാൻഡ് റഡാർ നാസയും S ബ്രാൻഡ് റഡാർ ISROയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉപഗ്രഹത്തിന്റെ സാങ്കേതിക ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സാറ്റലൈറ്റ് ബസ്സും ഇസ്രോയുടെ വകയാണ്. ഭൂമിയിൽ നിന്ന് 743 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലൂടെയാവും നൈസർ ഭ്രമണം ചെയ്യുക. 12 ദിവസത്തെ ഇടവേളയിൽ ഭൂമിയിലെ എല്ലായിടങ്ങളും നൈസറിന്റെ റഡാറിൽ പതിയും. ഓരോ ദിവസവും ഡാറ്റ പുറത്തുവിടുകയും ചെയ്യും. ഈ വിവരങ്ങൾ പൊതു ഉപയോഗത്തിനായി സൗജന്യമായി ലഭ്യമാക്കും. ആകെ ചിലവ് 13,000 കോടിക്ക് മുകളിൽ വരും. നിർമ്മാണ ചിലവ് ഇസ്രോയും നാസയും പകുതി വീതം വഹിച്ചു. 5 വർഷത്തെ ദൗത്യ കാലാവധിയാണ് നൈസറിന് നാസയും ISROയും നിശ്ചയിച്ചിരിക്കുന്നത്.